ആലുവ പുളിഞ്ചോട്ടിൽ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വെള്ളം ഇരച്ചുകയറി. കെഎസ്ആർടിസി ബസും സ്വകാര്യ ബസ്സുകളുമടക്കം നിരവധി വാഹനങ്ങൾ എറണാകുളത്തേക്ക് പോകുന്ന റൂട്ടിലാണ് 1.5 അടിയോളം വെള്ളം ഉയർന്നിരിക്കുന്നത്. മഴ ഇനിയും കനത്താൽ എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. ആലുവ പുളിഞ്ചോട് ബസ് റൂട്ടിലാണ് 1.5 അടിയോളം വെള്ളം ഉയർന്നിരിക്കുന്നത്. സമീപത്തുള്ള വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കുമെല്ലാം വെള്ളം ഇരച്ചുകയറിയിരിക്കുകയാണ്. ഇവിടെ സ്ഥിരമായി ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുന്നതിനാൽ ആലുവ നഗരസഭയ്ക്കെതിരെ റോഡിലെ വെള്ളക്കെട്ടിൽ ടയർ ട്യൂബിൽ നീന്തി പ്രതിഷേധമറിയിക്കുകയാണ് നാട്ടുകാർ. വോട്ട് ചെയ്ത് ജയിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവർ നമുക്ക് തന്നൊരു ബമ്പർ മൺസൂൺ സമ്മാനമാണ്. എന്തായാലും ആറാടുകയാണ്. എന്തായാലും എല്ലാവരും കേട്ടോ, അധികാരികളൊക്കെ കണ്ടു കൊടുക്കുന്നത് ഇത് വർഷങ്ങളെ ഇതിൽ തുടങ്ങും. ഇതേപോലെ അതിനൊരു ഇല്ല. വെള്ളക്കെട്ടുള്ള ഭാഗത്ത് വലിയ വാഹനങ്ങൾ മാത്രമേ കടത്തിവിടുന്നുള്ളൂ. ചെറിയ വാഹനങ്ങളെല്ലാം വഴിതിരിച്ചു വിടുകയാണ് പോലീസ്. ഇനിയും കനത്ത മഴ തുടരുകയാണെങ്കിൽ എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. ന്യൂസ് ബ്യൂറോ, ആലുവ. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,